ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ബേസിക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ അന്താരാഷ്ട്ര സംഘടനകളെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനകത്ത് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നത്. പക്ഷെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ അന്താരാഷ്ട്ര സംഘടനകൾ LDC അതുപോലെ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്കും ചോദിക്കാൻ സാധ്യതയുണ്ട്. സാധ്യത എന്നല്ല, ഒരു മാർക്ക് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുവാണെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ കമന്റ്സ് അറിയിക്കുക. ഓക്കെ, ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് UNO ആണ്. UNO നിങ്ങൾക്കറിയാം, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ ആണ്. അതായത് UNO എന്താണ്? ഐക്യരാഷ്ട്ര സംഘടനയാണ്. ഈ ഐക്യരാഷ്ട്ര സംഘടനയെ പറ്റി പഠിക്കുമ്പോൾ അത് നിലവിൽ വന്ന ദിവസം പഠിക്കണം. 1945 ഒക്ടോബർ 24 UNO നിലവിൽ വന്നത്. UNO നിലവിൽ വന്ന കാര്യമൊക്കെ നിങ്ങൾക്കറിയാം. രണ്ടാം ലോക മഹായുദ്ധത്തോടനുബന്ധിച്ച് നിലവിൽ വന്ന സമാധാന സംഘടനയാണ് ഏത്? UNO എന്നത്, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ. നിലവിൽ വന്ന ഡേറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1945 ഒക്ടോബർ 24. ഇനി ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ചോദിക്കാറുണ്ട്. അമേരിക്കയിലെ ന്യൂയോർക്ക് ആണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. നിലവിൽ 193 രാജ്യങ്ങളാണ് UNOയിൽ അംഗമായിട്ടുള്ളത്. UNOയിൽ നിലവിൽ അംഗമായിട്ടുള്ളത് എത്രയാണ്? 193 അംഗരാജ്യങ്ങളാണ് നിലവിലുള്ളത്. നമ്മുടെ ഇന്ത്യയും ഒരു അംഗരാജ്യമാണ്. ഇനി ഈ ഒരു UNOയിൽ റിലേറ്റ് ചെയ്തിട്ട് PSC സ്ഥിരം ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് സെക്രട്ടറി ജനറൽ ഓഫ് UN. അതായത് ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറൽ ആരാണ്? പോർച്ചുഗലുകാരനാണ്, ആന്റോണിയോ ഗുട്ടറസ് ആണ്. ഓക്കെ, അപ്പൊ ഗട്ടർ ചാടിയാണ് സമാധാനത്തിന്റെ സംഘടനയായ UNOയിൽ ആരെത്തിച്ചേർന്നത്? ആന്റോണിയോ ഗുട്ടറസ് എത്തിച്ചേർന്നത്. അപ്പൊ സെക്രട്ടറി ജനറൽ ആണ് UN-ന്റെ ആന്റോണിയോ ഗുട്ടറസ്. പോർച്ചുഗലുകാരനാണ് ആര്? നമ്മുടെ ആന്റോണിയോ ഗുട്ടറസ്. 78th പ്രസിഡന്റ് ഓഫ് UN ജനറൽ അസംബ്ലി 2023. അതായത് നമ്മുടെ UN-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അസംബ്ലിയാണ്, അല്ലെങ്കിൽ ഒരു എന്താണ് പിന്നെ ഈ 193 രാജ്യങ്ങൾക്ക് എല്ലാവരും കൂടി പങ്കെടുക്കുന്ന ടൗൺ മീറ്റിംഗ് എന്നാണ് അറിയപ്പെടുന്ന ഈ ജനറൽ അസംബ്ലിയെ. ഈ 193 അംഗരാജ്യങ്ങളും പങ്കെടുക്കുന്ന പിന്നെ ജനറൽ അസംബ്ലിയുടെ പ്രസിഡന്റ് ആരാണ്? 78ാമത്തെ പ്രസിഡന്റ് ആരെന്ന് ചോദിക്കും. അത് ഡെന്നിസ് ഫ്രാൻസിസ് ആണ്. ആരാണ്? ഡെന്നിസ് ഫ്രാൻസിസ്. ഇനി നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പെർമനന്റ് റെപ്രസെന്റേറ്റീവ് ആയിട്ട് ഒരാളെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതാണ് രുചിര കംബോജ്. അപ്പൊ ഈ ഭാഗത്ത് നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ്, കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയത് പഠിക്കുക. ഐക്യരാഷ്ട്ര സംഘടനയിലെ നിലവിലെ അംഗരാജ്യങ്ങളുടെ എണ്ണം എത്ര? 193. ദെൻ നിലവിലെ സെക്രട്ടറി ജനറൽ ആര്? അദ്ദേഹം ഏത് രാജ്യക്കാരനാണ്? ആന്റോണിയോ ഗുട്ടറസ് ആണ്, പോർച്ചുഗലുകാരനാണ്. 78ാമത് പ്രസിഡന്റ് ആയ UN ജനറൽ അസംബ്ലിയിലെ പ്രസിഡന്റ് ആരാണ്? ഡെന്നിസ് ഫ്രാൻസിസ് ആണ്. 2023 78ാമത് UN ജനറൽ അസംബ്ലി നടന്നത്. ഇതിലെ പ്രസിഡന്റ് ആയിരുന്നു ആര്? ഡെന്നിസ് ഫ്രാൻസിസ്. പെർമനന്റ് റെപ്രസെന്റേറ്റീവ് ഓഫ് ഇന്ത്യയിൽ നിന്നുള്ള പെർമനന്റ് റെപ്രസെന്റേറ്റീവ് ആരാണ്? രുചിര കംബോജ് ആണ്. മറക്കരുത്, രുചിര കംബോജ്. നെക്സ്റ്റ് UN സെക്യൂരിറ്റി കൗൺസിലിനെ പറ്റിയിട്ടാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് UN സെക്യൂരിറ്റി കൗൺസിൽ. ഈ UN സെക്യൂരിറ്റി കൗൺസിൽ മൊത്തം 15 മെമ്പേഴ്സ് ആണുള്ളത്. അതായത് ഈ 15 മെമ്പേഴ്സ് എന്ന് പറയുന്നത് 5 പെർമനന്റ് മെമ്പേഴ്സ് ഇൻ UN. ഐക്യരാഷ്ട്ര സംഘടനയിലെ 5 പെർമനന്റ് മെമ്പേഴ്സ്, അതായത് സ്ഥിര ഘടകങ്ങളും ഉണ്ട്. 10 നോൺ പെർമനന്റ്, സ്ഥിര അല്ലാത്ത ഘടകങ്ങളും ഉണ്ട്. ഇതിനകത്ത് 5 പെർമനന്റ് രാജ്യങ്ങളാണ്. ഇവർക്കാണ് വീറ്റോ പവർ ഉള്ളത്. എന്ത് അധികാരം വേണമെങ്കിലും ഉപയോഗിക്കാനുള്ള പവർ ഉള്ളത് ആർക്കാണ്? ഈ 5 രാജ്യങ്ങൾക്കാണ്. ഇവരുടെ തീരുമാനങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഐക്യരാഷ്ട്ര സംഘടന നടപ്പിലാക്കുന്നത്. ഏതൊക്കെയാണ് ആ വീറ്റോ പവറുള്ള രാജ്യങ്ങള്? 5 സ്ഥിരം രാജ്യങ്ങള്: ചൈന, റഷ്യ, ഫ്രാൻസ്, USA, UK. മറക്കരുത്. താഴെ തന്നിരിക്കുന്നവയിൽ വീറ്റോ പവറുള്ള രാജ്യങ്ങൾ ഏതൊക്കെയെന്ന് ചോദിക്കാം. അപ്പൊ ചൈനയുണ്ട്, റഷ്യ ഉണ്ട്, ഫ്രാൻസ് ഉണ്ട്, USA ഉണ്ട്, അമേരിക്ക ഉണ്ട്, UK ഉണ്ട്. ഓക്കെ, UK, USA, ഫ്രാൻസ്, റഷ്യ, ചൈന. ഇതിനകത്ത് നോൺ പെർമനന്റ് ആയിട്ടുള്ള 10 രാജ്യങ്ങളാണുള്ളത്. UN സെക്യൂരിറ്റി കൗൺസിലിന്റെ
ആസ്ഥാനം എവിടെയാണ്? ന്യൂയോർക്കാണ്. എന്നാണോ നമ്മുടെ UNO നിലവിൽ വന്നത് അന്ന് തന്നെ UN സെക്യൂരിറ്റി കൗൺസിലും നിലവിൽ വന്നു. 24 ഒക്ടോബർ 1945. ഓക്കെ ആണല്ലോ. അടുത്തത് വേൾഡ് ബാങ്ക്. വേൾഡ് ബാങ്ക് നിലവിൽ വന്നത് എന്നാണ്? 1944 വേൾഡ് ബാങ്ക് നിലവിൽ വന്നത്. ഒരുപാട് പ്രാവശ്യം PSC ചോദിച്ചിട്ടുണ്ട്. LDC ലെവൽ എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വേൾഡ് ബാങ്ക് നിലവിൽ വന്നത് എന്ന്, ഏത് വർഷം? 1944. SCRT ഫാക്ടും ആണ്. ഇതിന്റെ ആസ്ഥാനം എവിടെയാണ്? വേൾഡ് ബാങ്കിന്റെ ആസ്ഥാനം വാഷിംഗ്ടൺ DC ആണ്. വാഷിംഗ്ടൺ DC ആണ് വേൾഡ് ബാങ്കിന്റെ ആസ്ഥാനം. ഇനി പ്രസിഡന്റ് ചോദിക്കും. വളരെ ഇമ്പോർട്ടന്റ് ആണ്, കാരണം ഇന്ത്യക്കാരനാണ് നിലവിലെ വേൾഡ് ബാങ്കിന്റെ പ്രസിഡന്റ്. അതാരാണ്? അജയ് ബെങ്കയാണ്. അജയ് ബെങ്കയാണ് പ്രസിഡന്റ് ഓഫ് വേൾഡ് ബാങ്ക്. ഓക്കെ, കറണ്ട് പ്രസിഡന്റ് ഓഫ് വേൾഡ് ബാങ്ക് ആരാണ്? അജയ് ബെങ്കയാണ്. ഇനി നമ്മുടെ ഇന്ത്യക്കാര് തന്നെയാണ് MD ആൻഡ് CFO, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറും ആരാണ്? വേൾഡ് ബാങ്കിൻ്റെത് നമ്മുടെ ഇന്ത്യക്കാരിയാണ് അൻഷുള കാന്ത്. SBIയുടെ ഒക്കെ ഡയറക്ടർ ആയിരുന്നു അൻഷുള കാന്ത്. പിന്നീടാണ് വേൾഡ് ബാങ്കിന്റെ CFO ആയിട്ട് മാറിയത്. നിലവിലെ MD ആൻഡ് CFO ആരാണ് വേൾഡ് ബാങ്കിൻ്റെത്? അൻഷുള കാന്ത് ആണ്. ഓക്കെ, അപ്പൊ ഒന്നും കൂടി പറയാം. 1944 വേൾഡ് ബാങ്ക് നിലവിൽ വന്നത്. വേൾഡ് ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ്? വാഷിംഗ്ടൺ ആണ്. ഇതിന്റെ പ്രസിഡന്റ് നിലവിൽ ഇന്ത്യക്കാരനാണ് അജയ് ബെങ്കയാണ്. അജയ് ബെങ്ക. MD ആൻഡ് CFO, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ആരാണ്? അത് അൻഷുള കാന്ത് ആണ്. അൻഷുള കാന്ത്. പിന്നെ ചീഫ് എക്കണോമിസ്റ്റ് ആര്? വേൾഡ് ബാങ്ക് ആവുമ്പോൾ സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ചീഫ് എക്കണോമിസ്റ്റ് കാണും. അതാരാണ്? ഇന്റർമീറ്റ് ഗില്ലാണ്. ഓർമ്മിച്ചിരുന്നാ മതി. ഇന്റർമീറ്റ് ഗില്ലാണ് ചീഫ് എക്കണോമിസ്റ്റ് ഇൻ വേൾഡ് ബാങ്ക്. വേൾഡ് ബാങ്കിലെ നിലവിലെ ചീഫ് എക്കണോമിസ്റ്റ് ആരാണ്? ഇന്റർമീറ്റ് ഗില്ലാണ്. അജയ് ബെങ്ക പ്രസിഡന്റ്, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ആൻഡ് MD അൻഷുള കാന്ത്, ദെൻ ചീഫ് എക്കണോമിസ്റ്റ് ഇന്റർമീറ്റ് ഗില്ലാണ്. ഓക്കെ ആണല്ലോ. അടുത്തത് യൂണിസെഫ് ആണ്. യൂണിസെഫ് എന്നാൽ നമ്മുടെ ഐക്യരാഷ്ട്ര സംഘടനയുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സംഘടനയാണ്. ഏത്? യൂണിസെഫ്. ഇതേ ചോദ്യം തന്നെ PSC ചോദിച്ചിട്ടുണ്ട്. കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഉള്ള ഐക്യരാഷ്ട്ര സംഘടനയുടെ എന്താണ് ഇതര സംഘടന ഏതെന്ന് ചോദിക്കും. അതേതാണ്? യൂണിസെഫ് ആണ്. യൂണിസെഫ് സ്റ്റാൻഡ്സ് ഫോർ യുണൈറ്റഡ് നേഷൻ ചിൽഡ്രൻസ് എമർജൻസി ഫണ്ട് എന്നാണ്. ഡിസംബർ 11, 1946 നിലവിൽ വന്നത്. ഇതിന്റെ ആസ്ഥാനം ചോദിച്ചാലും അതും ന്യൂയോർക്കാണ്. ഓക്കെ, ന്യൂയോർക്ക്. ഇനി ഇതിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആരാണ്? അത് കാതറിൻ M. റസൽ ആണ്. കാതറിൻ. അപ്പൊ നിങ്ങൾക്കൊന്ന് ആലോചിച്ചാൽ മതി, ഇത് ഓർമ്മിച്ചിരിക്കാൻ വേണ്ടി. ചിൽഡ്രൻസ് എമർജൻസി ഫണ്ട് അല്ലേ? യൂണിസെഫ് എന്ന് പറയുന്നത് കുട്ടികളുടെ സംഘടനയല്ലേ? കുട്ടികൾക്ക് പൊതുവെ കഥ കേൾക്കാൻ ഇഷ്ടമുണ്ട്. അപ്പൊ കഥ പറയുന്ന കാതറിൻ അത് കണക്ട് ചെയ്ത് പഠിക്കാം. അപ്പോ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആരാണ് യൂണിസെഫിന്റെ? കുട്ടികൾക്ക് കഥ ഇഷ്ടം. സോ കാതറിൻ M. റസൽ ആണ് ചിൽഡ്രൻസ് എമർജൻസി ഫണ്ടിന്റെ നിലവിലെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ. ഓക്കെ, കഥ ഇഷ്ടമുള്ള കുട്ടികളുടെ സംഘടനയായ യൂണിസെഫിന്റെ നിലവിലെ ഡയറക്ടർ ആരാണ്? കാതറിൻ M. റസൽ ആണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് UNDP, യുണൈറ്റഡ് നേഷൻ ഡെവലപ്മെന്റ് പ്രോഗ്രാം ആണ് UNDP എന്നത്. യുണൈറ്റഡ് നേഷൻ ഡെവലപ്മെന്റ് പ്രോഗ്രാം. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് ന്യൂയോർക്കിലാണ് ഹെഡ് ക്വാർട്ടേഴ്സ്. ഇതിന്റെ 1965 UNDP എസ്റ്റാബ്ലിഷ് ചെയ്തത്. UNDP എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്നാണ്? 1965. എന്തിനു വേണ്ടിയിട്ടാണ് UNDP? ഐക്യരാഷ്ട്ര സംഘടനയുടെ ഡെവലപ്മെന്റ്സിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസും ഐഡിയാസും എല്ലാം ഉണ്ടാക്കുന്നത് ഈ UNDPയിലാണ്. ഇതിന്റെ നിലവിലെ ചെയർമാൻ ആരാണ്? അക്കിം സ്റ്റെയ്നർ ആണ് എന്താണ് UNDPയുടെ നിലവിലെ ചെയർമാൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമ്മൾ എങ്ങനെ പഠിക്കും? അതായത് നമുക്കൊരു ഡെവലപ്മെന്റ് വരുത്തണമെങ്കിൽ അവിടെ നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ അവിടെ സ്റ്റേ ചെയ്യണം. അത് വെച്ചിട്ട് നമുക്ക് എന്താ ഓർമ്മിച്ചു വെക്കാം? സ്റ്റെയ്നർ ആണ് ചെയർമാൻ. ഓക്കെ, അപ്പൊ UNDPയുടെ ചെയർമാൻ ആരാണ്? അക്കിം സ്റ്റെയ്നർ ആണ്. അടുത്തത് UN വേൾഡ് ഫുഡ് പ്രോഗ്രാം ആണ്
എന്ത് UNWFP. WFP സ്റ്റാൻഡ്സ് ഫോർ വേൾഡ് ഫുഡ് പ്രോഗ്രാം ആണ്. ഇത് നിലവിൽ വന്നത് 1961 നിലവിൽ വന്നത്. ഇത് നമ്മുടെ UNWFPയുടെ ആസ്ഥാനം, വേൾഡ് ഫുഡ് പ്രോഗ്രാമിന്റെ ആസ്ഥാനം പെട്ടെന്ന് ഓർമ്മിക്കാം, ഫുഡ് അല്ലേ, അപ്പൊ നമ്മൾ കഴിക്കുന്ന ഇഡ്ഡലിയാണ്, ഇറ്റലി എന്ന് ഓർമ്മിക്കുക. ഇറ്റലിയിലെ റോം ആണ് എന്തു പറയുന്നത്, വേൾഡ് ഫുഡ് പ്രോഗ്രാമിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ്, യുണൈറ്റഡ് നേഷൻസിന്റെ വേൾഡ് ഫുഡ് പ്രോഗ്രാം നിലവിൽ വന്നത് 1961 ഇതിന്റെ ആരാണ് ഇതിന്റെ ഇതിന്റെ ആസ്ഥാനം എവിടെയാണ് ഇറ്റലിയാണ്. ദാറ്റ് ഈസ് ഇറ്റലി. ഇറ്റലിയിലെ റോം ആണ് എന്ത് WFPയുടെ ഹെഡ് ക്വാർട്ടേഴ്സ്. നിലവിലെ ഹെഡ് ആരാണ്, സിൻഡി MC സെയിൻ ആണ്. ഓക്കെ, സിൻഡി MC കെയ്ൻ ആണ് നിലവിലെ WFPയുടെ എന്ത്. നമുക്കെല്ലാം ക്യാൻഡി കഴിക്കാൻ ഇഷ്ടമാണ്. ക്യാൻഡി എന്ന് പറയുമ്പോൾ മിഠായി ആണല്ലേ. അപ്പൊ സിൻഡി എന്ന് ആലോചിക്കുക ക്യാൻഡിയെ. അപ്പൊ സിൻഡി MC കെയ്ൻ മറക്കത്തില്ല. സിൻഡി ക്യാൻഡി എന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ സിൻഡി ആണ് നമ്മുടെ വേൾഡ് ഫുഡ് പ്രോഗ്രാമിന്റെ നിലവിലെ ഹെഡ് എന്ന് പറയുന്നത്. 2020 WFPക്ക് വേൾഡ് ഫുഡ് പ്രോഗ്രാമിന് നോബൽ പ്രൈസ് കിട്ടിയത്. അതിന്റെ പ്രവർത്തനങ്ങൾക്ക് 2020 വേൾഡ് ഫുഡ് പ്രോഗ്രാമിന് എന്ത് കിട്ടി, പീസ് പ്രൈസ് കിട്ടി, നോബൽ പ്രൈസ് കിട്ടി. 2020 അത് ഏത് വർഷമെന്ന് എടുത്തു ചോദിക്കും. അപ്പൊ മറക്കരുത്, സിൻഡി കെയ്ൻ ആണ് നമ്മുടെ വേൾഡ് ഫുഡ് പ്രോഗ്രാമിന്റെ ഹെഡ് എന്ന് പറയുന്നത്. അടുത്തത് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ ആണ്. അപ്പൊ ഫുഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 2 ഉണ്ട്. ഏതൊക്കെ, UNWFP വേൾഡ് ഫുഡ് പ്രോഗ്രാം. ഇതിനകത്ത് വേൾഡ് ഫുഡ് പ്രോഗ്രാമിനാണ് 2020 നോബൽ പ്രൈസ് കിട്ടിയത്. ഇതിന്റെ ആസ്ഥാനവും ഇറ്റലിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷന്റെ ആസ്ഥാനം എവിടെ തന്നെയാണ്, ഇറ്റലിയിലാണ്, അത് റോമിലാണ്. ഓക്കെ, അപ്പം ഫുഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള 2 ഓർഗനൈസേഷൻ പഠിച്ചു. അത് 2ന്റെ ആസ്ഥാനം എവിടെയാണ്, ഇറ്റലിയിലാണ്, ഇറ്റലിയിലെ റോമിലാണ്. ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷന്റെ ഡയറക്ടർ ജനറൽ ക്യോ ഡോങ്കി ആണ്. ആരാണ്, ക്യോ ഡോങ്കി. നമുക്കറിയാം ഫുഡ് കഴിക്കാൻ ഡോങ്കിയൊക്കെ ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഈ അഗ്രികൾച്ചറിന് ഡോങ്കികൾ സഹായിക്കും. അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പോൾ ക്യോയ് ഡോങ്കിയോനെ മറക്കരുത്. ഡയറക്ടർ ജനറൽ ഓഫ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ആണ്. ക്യാൻഡി ആണ് നമ്മുടെ വേൾഡ് ഫുഡ് പ്രോഗ്രാമിന്റെ ഹെഡ് എന്ന് പറയുന്നത്. ഇവിടെ ക്യൂ ഡോങ്ക്യു ആണ്. ഓക്കെ, അടുത്തത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. 1948 ഏപ്രിലിനാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നിലവിൽ വന്നത്. 1948 ഏപ്രിൽ 7 വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നിലവിൽ വന്നത്. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്വിറ്റ്സർലൻഡിലെ ജനീവയാണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ആസ്ഥാനം എവിടെയാണ്, ജനീവയാണ്, മറക്കരുത്. ഇതിന്റെ ഡയറക്ടർ ടെഡ്രോസ് അധിനോം ആണ്. ടെഡ്രോസ് അധിനോം ആണ് എന്ത്, ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഡയറക്ടർ. അതായത് നമുക്ക് എല്ലാവർക്കും അധികമായിട്ട് വേണ്ടത്, അധികമായിട്ട് വേണ്ടത് എന്താണ്, ഹെൽത്ത് ആണ്. അപ്പൊ ടെഡ്രോസ് അധിനോം ആണ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഡയറക്ടർ. അധികം വേണ്ടത് അധിനോം എന്ന് ചിന്തിച്ചാൽ മതി. നമുക്ക് അധികമായിട്ട് വേണ്ടത് നമ്മുടെ ഹെൽത്ത് ആണ്. ഹെൽത്ത് നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം. അതിന്റെ ഡയറക്ടർ അധിനോം ആണ്. അധികം വേണ്ടത് ഹെൽത്ത്, അധിനോം, ടെഡ്രോസ് അധിനോം ആണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ്, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ, അന്താരാഷ്ട്ര തൊഴിലാളി സംഘടന. ഇത് നിലവിൽ വന്നത്, അന്താരാഷ്ട്ര തൊഴിലാളി സംഘടന 1919 ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ ആസ്ഥാനവും എവിടെയാണ്, ജനീവയിലാണ്. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ ആസ്ഥാനവും ജനീവയാണ്. ഇതിന്റെ ഹെഡ് ആരാണ്, ഗിൽബർട്ട് ഹോങ്ബോയ് ആണ്. ഗിൽബർട്ട് ഹോങ്ബോയ് ആണ് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ ഗിൽബർട്ട് ഹോങ്ബോയ് ആണ്. ഓക്കെ, ഗിൽബർട്ട് ഹോങ്ബോ, ജസ്റ്റ് ഓർമ്മിച്ചിരിക്കുക. അടുത്തത് യുനെസ്കോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒരു സമിതിയാണ് ഏത്, യുനെസ്കോ. യുനെസ്കോ എന്നാൽ യുണൈറ്റഡ് നേഷൻ എഡ്യൂക്കേഷണൽ സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ ആണ്. എഡ്യൂക്കേഷണൽ സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ ആണ് ഏത്, യുനെസ്കോ. ഈ യുനെസ്കോയാണ് വർഷാവർഷം പൈതൃക കേന്ദ്രങ്ങളൊക്കെ പ്രഖ്യാപിക്കുന്നത്. യുനെസ്കോയാണ്. 1945 യുനെസ്കോ നിലവിൽ വന്നത്. ഇതിന്റെ ആസ്ഥാനം
എവിടെയാണ്? ഫ്രാൻസിലെ പാരീസ് ആണ്. അപ്പൊ യുനെസ്കോ എന്ന് പറയുമ്പോൾ ഫ്രാൻസ് ഒക്കെ എന്ന് പറയുമ്പോൾ കുറച്ച് എഡ്യൂക്കേറ്റഡ് ആൻഡ് സയന്റിഫിക് കൾച്ചറൽ ആയിട്ടുള്ള ഇത് കൂടുതലാണെന്ന് ഓർമ്മിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ആസ്ഥാനം വരുന്നത് ഫ്രാൻസിലെ പാരീസ് ആണ്. അടുത്തത് ഇതിന്റെ ചെയർമാൻ ആൻഡ്രി ഓസ്ലെ ആണ്. അസോലെ ആണ് ഇതിന്റെ ചെയർമാൻ, ആൻഡ്രി അസൗലെ. അപ്പൊ അതെങ്ങനെ പഠിക്കും? അസൗലെ എന്നാണ്, ആൻഡ്രി. അപ്പൊ നമുക്ക് പൊതുവെ എഡ്യൂക്കേഷൻ ഒക്കെ പഠിപ്പിക്കുന്നത് നമ്മുടെ വീടിന്റെ അടുത്തുള്ളൊക്കെ ആന്റിമാരാണെന്ന് ചിന്തിച്ചാല് ആൻഡ്രി ഓസ്ലെ മറക്കരുത്. അപ്പോൾ യുനെസ്കോ എന്നാൽ യുണൈറ്റഡ് നേഷന്റെ എഡ്യൂക്കേഷണൽ സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ ആണ്. ഇത് നിലവിൽ വന്നത് 1945 ഫ്രാൻസിലെ പാരീസ് ആണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. അടുത്തത് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്, പിന്നെ ഫ്രാൻസിലെ പാരീസ് ആണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. ഇതിന്റെ ചെയർമാൻ ഒരു ആണ്, ആൻഡ്രി ഓസ്ലെ ആണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് യുണെപ്പ് ആണ്. യുണെപ്പ് എന്നാൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ എൻവയോൺമെന്റ് പ്രോഗ്രാം ആണ്. യുണൈറ്റഡ് നേഷൻ എൻവയോൺമെന്റ് പ്രോഗ്രാം ആണ് യുണെപ്പ്. 1972 യുണെപ്പ് നിലവിൽ വന്നത്. എന്നാണ്? 1972 നൈറോബി ആണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. നൈറോബി എവിടെയാണ്? കെനിയയിലാണ്. എൻവയോൺമെന്റ് പ്രോഗ്രാമിന്റെ ആസ്ഥാനം നൈറോബിയാണ്. ഇതിന്റെ യുണെപ്പിന്റെ എന്താണ് ഹെഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചെയർമാൻ എന്ന് പറയുന്നത് ഇഞ്ചർ ആൻഡേഴ്സൺ ആണ്. ഇതെങ്ങനെ പഠിക്കും? നമുക്കറിയാം, എൻവയോൺമെന്റ് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ അഗ്രികൾച്ചർ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് ഏത്? ജിഞ്ചർ. അപ്പോൾ ജിഞ്ചർ പൊതുവെ നമുക്ക് നല്ലതാണല്ലേ, നമ്മൾ മനുഷ്യർക്ക് ഗ്യാസ് ട്രബിൾ ഒക്കെ കുറയ്ക്കാൻ നല്ലതാണ് ജിഞ്ചർ. അപ്പോൾ ഇഞ്ചർ ആൻഡേഴ്സൺ ആണ് എൻവയോൺമെന്റ് പ്രോഗ്രാമിന്റെ ഹെഡ് എന്ന് പറയുന്നത്, ഇഞ്ചർ ആൻഡേഴ്സൺ. അടുത്തത് വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ. പാണ്ടയുടെ ചിഹ്നമൊക്കെ ഉള്ള ഒരു സംഭവമാണ് ഇതെന്ന് പറയുന്നത്. വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ 1961 ഗ്ലാൻഡ് ആസ്ഥാനമായിട്ട്. ഈ ഗ്ലാൻഡ് എവിടെയാണ്? സ്വിറ്റ്സർലൻഡിലാണ് ഗ്ലാൻഡ്. ഈ ഗ്ലാൻഡിലാണ് വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചറിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. അവിടെ നിലവിൽ വന്നു. 1961 നിലവിൽ വന്നത്. ഇതിന്റെ ചെയർമാൻ ആരാണ്? ആദിൽ നജാമാണ് വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചറിന്റെ ചെയർമാൻ എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തത് IUCN ആണ്, ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് കൺസർവേഷൻ ഓഫ് നേച്ചർ ആണ്. 1948 നേച്ചറിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള രണ്ടെണ്ണം. ഒന്ന് വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ ആണ്, അതും സ്വിറ്റ്സർലൻഡിലെ ഗ്ലാൻഡിലാണ് നിലവിൽ വന്നത്. അതിന്റെ ചെയർമാൻ ആദിൽ നജാമാണ്. ഇനി ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് കൺസർവേഷൻ ഓഫ് നേച്ചർ ഉണ്ട്, അതും എവിടെയാണ്? ഗ്ലാൻഡിലാണ്, സ്വിറ്റ്സർലൻഡിലെ ഗ്ലാൻഡിൽ. 1948 IUCN നിലവിൽ വന്നത്. ഇതിന്റെ നിലവിലെ ഹെഡ് ആരാണ്? ബ്രൂണോ ഒബിർലെ ആണ് ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് കൺസർവേഷൻ ഓഫ് നേച്ചറിന്റെ ചെയർമാൻ. ഇത് 2-3 പ്രാവശ്യം വായിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് ക്ലിക്കാവും. ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് കൺസർവേഷൻ ഓഫ് നേച്ചറിന്റെ ആരാണ്? ബ്രൂണോ ഒബെർലെ ആണ്. അതല്ല എങ്കിൽ ഞാൻ തന്നിട്ടുള്ള ഹിന്റ് വെച്ചിട്ട് പഠിച്ചിട്ടുള്ള ചെയർമാൻമാരായിരിക്കും ഓപ്ഷനിൽ വരുന്നത്. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എലിമിനേഷൻ ടെക്നിക്ക് വഴി അവരെല്ലാം എലിമിനേറ്റ് വിട്ടിട്ട് ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ IUCNന്റെ ഹെഡ് ആരാണ്? ബ്രൂണോ ഒബെർലെ ആണ്. അടുത്തത് WTO. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണിത്. ഇതിന്ന് നമ്മുടെ സ്ഥിരം ചോദിക്കുന്ന GK പോർഷൻസും വരാറുണ്ട്, അതായത് സ്റ്റാറ്റിക് GKയും വരാറുണ്ട്, കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസും വരാറുണ്ട്. 1995 ജനുവരി 1 WTO അഥവാ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നിലവിൽ വന്നത്. ഇതിന്റെ ആസ്ഥാനം എവിടെയാണ്? സ്വിറ്റ്സർലൻഡിലെ ജനീവയാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ ആസ്ഥാനം. ഇതിൽ മൊത്തം മെമ്പേഴ്സ് ആയിട്ടുള്ള അംഗങ്ങളുടെ എണ്ണം 164 രാജ്യങ്ങളാണ്. നിലവിലെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ ചെയർമാൻ ഗോസി ഒക്കോഞ്ചോ ഐവീലെ ആണ്. ഒരു ലേഡിയാണ്. ഒക്കോഞ്ചോ ഐവീലെ ആണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ നിലവിലെ ചെയർമാൻ, ഗോസി ഒക്കോഞ്ചോ ഐവീല. ഓക്കെ. അപ്പൊ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ നൈജീരിയക്കാരിയാണ് അവരെ, എൻഗോസി ഒക്കോഞ്ചോ ഐവീല. ഓക്കെ.
എൻഗോസി, നൈജീരിയ വെച്ചിട്ട് പഠിക്കാം. നൈജീരിയക്കാരിയാണ് എൻഗോസി. അപ്പൊ എൻഗോസി ആണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ നിലവിലെ ചെയർമാൻ. ഈ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന് ഒരു ആരുണ്ട്, പിതാവുണ്ട്. അല്ലെങ്കിൽ ഇതിനു മുന്നേ നിലവിലിരുന്നത് 1947 നിലവിൽ വന്ന ഗാട്ടാണ്. ഗാട്ട് എന്നാൽ എന്താണ്? ജനറൽ എഗ്രിമെന്റ് ഓൺ ടാരിഫ്സ് ആൻഡ് ട്രേഡ് ആണ്. ഈ ഗാട്ടാണ് ആദ്യം ഇതിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത്. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന് മുന്നിലുണ്ടായിരുന്ന മുൻഗാമി എന്നറിയപ്പെടുന്നത് ഗാട്ടാണ്. ഗാട്ട് സ്റ്റാൻഡ്സ് ഫോർ ജനറൽ എഗ്രിമെന്റ് ഓൺ ടാരിഫ്സ് ആൻഡ് ട്രേഡ്. ഇത് നിലവിൽ വന്നത് 1947 അതിന് പകരമായിട്ടാണ് 1995 ജനുവരി 1 വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ജനീവ ആസ്ഥാനമായിട്ട് വന്നത്. ഇനി എല്ലാ വർഷവും ഇവിടെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ കോൺഫറൻസ് നടക്കുന്നുണ്ട്. ഇതുപോലെ 13ാമത് ഓർഗനൈസേഷൻ നടക്കുന്നത് എവിടെയാണ്? UAE അബുദാബിയിൽ വെച്ചിട്ടാണ്. UAE അബുദാബിയിൽ വെച്ചിട്ടാണ് 2024 13th വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ കോൺഫറൻസ് നടക്കുന്നത്. ഓക്കെ, അടുത്തത് ISA സ്റ്റാൻഡ്സ് ഫോർ ഇന്റർനാഷണൽ സോളാർ അലയൻസ് എന്നാണ്. ഇന്റർനാഷണൽ സോളാർ അലയൻസ് നിലവിൽ വന്നത് 2015 ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഹരിയാനയിലെ ഗുരുഗ്രാം ആണ്. ഇന്റർനാഷണൽ സോളാർ അലയൻസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. 2015 ഇത് നിലവിൽ വന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ ഇന്ത്യയിൽ ഒരു ഹെഡ്ക്വാർട്ടേഴ്സ് വന്ന ഒരു ഇന്റർനാഷണൽ സ്ഥാപനത്തിന്, അതാണ് ഇന്റർനാഷണൽ സോളാർ അലയൻസ്. എവിടെയാണ് അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്? ഹരിയാനയിലെ ഗുരുഗ്രാം ആണ്. ഇതിന്റെ ഡയറക്ടർ ജനറൽ അജയ് മാത്തൂർ ആണ് ഗുരുഗ്രാമിന്റെ അല്ലെങ്കിൽ ഗുരുഗ്രാം ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ടുള്ള ഇന്റർനാഷണൽ സോളാർ അലയൻസിന്റെ ഡയറക്ടർ ജനറൽ. ആരാണ്? അജയ് മാത്തൂർ. അടുത്തത് IMF. 1945 IMF നിലവിൽ വന്നത്. വാഷിംഗ്ടൺ കേന്ദ്രമാക്കിയാണ് IMF നിലവിൽ വന്നത്. നിങ്ങൾക്കറിയാം എന്താണ്? ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ആണ് വാഷിംഗ്ടൺ. അപ്പോൾ വേൾഡ് ബാങ്കും IMFും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ആസ്ഥാനം ഏതാണ്? വാഷിംഗ്ടൺ ആണ്. അടുത്തത് ഇതിന്റെ MD ആരാണ്? ക്രിസ്റ്റലീന ജോർജീവയാണ് IMFന്റെ MD. ഓക്കെ, അപ്പോൾ ഡിസംബർ 27, 1945 IMF നിലവിൽ വന്നത്. ഇതിന്റെ ആസ്ഥാനം വാഷിംഗ്ടൺ ആണ്. ഇതിന്റെ MD ക്രിസ്റ്റലീന ജോർജീവയാണ്. ചീഫ് എക്കണോമിസ്റ്റ് ആരാണ്? പിയറി ഒലിവർ ഗൗറിച്ചസ് ആണ് IMFന്റെ ചീഫ് എക്കണോമിസ്റ്റ്. ഓക്കെ, അപ്പോൾ MD ക്രിസ്റ്റലീന ജോർജീവയാണ് ഏതിന്റെ? IMFന്റെ MD എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. വേൾഡ് ബാങ്കിന്റെ ആരാണ്? അജയ് ബംഗയാണ് വേൾഡ് ബാങ്ക് പ്രസിഡന്റ്. MD ആയിട്ട് വരുന്നത് അനുഷ്ക ആണെന്ന് പറഞ്ഞു. അപ്പോൾ IMFന്റെ MD ക്രിസ്റ്റലീന ജോർജീവയാണ്. അടുത്തത് ഇന്റർപോളിന്റെ ആസ്ഥാനം എവിടെയാണ്? ലയോൺ ആണ്. അത് ഫ്രാൻസിലാണ്. ഫ്രാൻസിലെ ലയോൺ ആണ് ഇന്റർപോളിന്റെ ആസ്ഥാനം, ഹെഡ്ക്വാർട്ടേഴ്സ്. ഇതിന്റെ ഹെഡ് നിലവിൽ അഹമ്മദ് നാസർ അൽ റൈസി ആണ്. ഓക്കെ, അഹമ്മദ് നാസർ അൽ റൈസി ആണ് ഇന്റർപോളിന്റെ നിലവിലെ ചെയർമാൻ എന്ന് പറയുന്നത്. അടുത്തത് വേൾഡ് എക്കണോമിക് ഫോറം. 1971 വേൾഡ് എക്കണോമിക് ഫോറം നിലവിൽ വന്നത്. ലോക സാമ്പത്തിക ഫോറം. ഇതിന്റെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലെ ക്ലോഗിനിയാണ്. സ്വിറ്റ്സർലൻഡിലെ വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ ആസ്ഥാനം ഏതാണ്? ക്ലോഗിനിയാണ്. ഇതിന്റെ നിലവിലെ ചെയർമാൻ, വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ നിലവിലെ ചെയർമാൻ ക്ലോസ് ഷ്വാബ് ആണ് നിലവിലെ ചെയർമാൻ. വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ നിലവിലെ ചെയർമാൻ ആരാണ്? ക്ലോസ് ഷ്വാബ് ആണ്. 2024 ഓരോ വർഷവും വേൾഡ് എക്കണോമിക് ഫോറം ഒരു ഇത് സംഘടിപ്പിക്കും. ഇത് കുറെ നാളുകൊണ്ട് ഡാവോസിൽ വെച്ചിട്ടാണ് ഈ വേൾഡ് എക്കണോമിക് ഫോറം സംഘടിപ്പിക്കപ്പെടുന്നത്. 2024 വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് റീബിൽഡിംഗ് ട്രസ്റ്റ് എന്നതാണ്. വിശ്വാസം പുനർജീവിപ്പിക്കുക, അല്ലെ, പുനരുദ്ധാരണം ചെയ്യുക എന്നതാണ് വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ 2024 കൺസെപ്റ്റ് അല്ലെങ്കിൽ മോട്ടോ. ഡാവോസ് ആണ് ഇവിടുത്തെ പ്ലേസ് എന്ന് പറയുന്നത്, ഈ വേൾഡ് എക്കണോമിക് ഫോറം നടത്തുന്ന പ്ലേസ്. അടുത്തത് IOC, ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി. ഈ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലെ ലോസൈനിലാണ് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ ആസ്ഥാനം. ഇതിന്റെ ഹെഡ് ആരാണ്? തോമസ് ബാച്ച് ആണ് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ ഹെഡ് എന്ന് പറയുന്നത്.
അടുത്തത് ഫിഫ നമുക്കറിയാം ഏറ്റവും വലിയ ഫുട്ബോൾ അസോസിയേഷൻ ആണ്. ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് അസോസിയേഷൻ ഫുട്ബോൾ ആണ്. ഇതിന്റെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലെ സൂറിച്ച് ആണ്. ഇതിന്റെ ഹെഡ് ആരാണ്? കുറെ നാളുകൊണ്ട് ഇദ്ദേഹമാണ് ആര്? ഗിയാനി ഇൻഫെന്റിനോയാണ്. ഗിയാനി ഇൻഫെന്റിനോ. അടുത്തത് ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ. ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ ആസ്ഥാനം എവിടെയാണ്? UAE ദുബായിലാണ്. ഇതിന്റെ ഹെഡ് എന്ന് പറയുന്നത് ഗ്രെഗ് ബാർക്ലൈസ് ആണ്. ഗ്രെഗ് ബാർക്ലൈസ്. അപ്പൊ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടേത് ആരാണ്? അത് നമ്മുടെ തോമസ് ബാച്ച് ആണ്. ലൊസൈൻ ആണ് ഇതിന്റെ ആസ്ഥാനം. എന്നാൽ ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ ആസ്ഥാനം ദുബായ് ആണ്. ഗ്രെഗ് ബാർക്ലൈസ് ആണ് ഇതിന്റെ ഹെഡ്. അടുത്തത് സാർക്ക് സ്റ്റാൻഡ്സ് ഫോർ സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ ഓർഗനൈസേഷൻ എന്നാണ്. ഇത് 1985 സാർക്ക് നിലവിൽ വന്നത്. സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ ഓർഗനൈസേഷൻ. ഇതിന്റെ ആസ്ഥാനം എവിടെയാണ്? സാർക്കിന്റെ ആസ്ഥാനം നേപ്പാളിലെ കാഠ്മണ്ഡുവിലാണ്. ഇന്ത്യ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, നേപ്പാൾ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, ഭൂട്ടാൻ, മാൽദ്വീപ്, അതായത് ഇന്ത്യയുടെ ചൈന ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാ അയൽ രാജ്യങ്ങളും ഉൾപ്പെട്ടിട്ടുള്ളതാണ് ഏത്? സാർക്ക് എന്നത്. നിലവിൽ വന്നത് എവിടെയാണ്? 1985 ഇത് നിലവിൽ വന്നത്. അടുത്തത് ബ്രിക്സ് ഉച്ചകോടി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ബ്രിക്സ് എന്നാല് 2006 നിലവിൽ വന്ന ഒരു സംഘടനയാണ്. നിലവിൽ വരുന്ന സമയത്ത് ഇതിന് ഈ പേര് പോലെ ബ്രിക്സ് എന്ന് മാത്രം, അതായത് ബ്രസീല്, റഷ്യ, ഇന്ത്യ, ചൈന മാത്രമേ ബ്രിക് ആയിരുന്നു 2006. അത് കഴിഞ്ഞ് എസ് കൂടി 2010 വന്നു. അത് 2010 വന്നത് ആര്? സൗത്ത് ആഫ്രിക്കയാണ് വന്നത്. സൗത്ത് ആഫ്രിക്ക. അങ്ങനെ ബ്രിക്സ് ആയി. ഇപ്പോൾ അത് പ്ലസ് ആയി. ബ്രിക്സിന്റെ കൂടെ കുറച്ച് രാജ്യങ്ങളും കൂടി 2024 ജനുവരി 1 ചേർന്നു. അത് ഏതൊക്കെ രാജ്യങ്ങളെന്ന് പഠിച്ചു വെക്കണം. കറണ്ട് അഫെയർ ആണ്. ഓക്കെ, ഈജിപ്റ്റ് ഉണ്ട്, എത്യോപ്യ ഉണ്ട്, ദെൻ ഇറാൻ ഉണ്ട്, സൗദി അറേബ്യ ഉണ്ട്, UAE ഉണ്ട്. അറേബ്യൻ രാജ്യങ്ങളാണ് എല്ലാം. ഒന്ന് ഈജിപ്റ്റ്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE. ഇവര് ബ്രിക്സ് ഉച്ചകോടിയിലേക്ക് അല്ലെങ്കിൽ ബ്രിക്സ് സംഘടനയിലേക്ക് നമ്മുടെ അർജന്റീനയെ ഇൻവൈറ്റ് ചെയ്തു. പക്ഷേ അർജന്റീന എന്ത് ചെയ്തില്ല? വന്നില്ല, നിരസിച്ചു അതിനെ. അത് ഏത് രാജ്യമാണ് നിരസിച്ചതെന്ന് ചോദിക്കും. അപ്പൊ ബ്രിക്സിലേക്ക് വിളിച്ചിട്ടും വരാത്ത രാജ്യം ഏതാണ്? അർജന്റീനയാണ്. ഓക്കെ, അപ്പോ 2024 ജനുവരി 1, അതായത് ഈ വർഷം ജനുവരി 1 ബ്രിക്സിൽ ചേർന്ന രാജ്യങ്ങളാണ് ഒന്ന് ഈജിപ്റ്റ്, അടുത്തത് എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE എന്നിവ. 2006 ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ 2006 ബ്രിക്സ് നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്നത് ബ്രസീല്, റഷ്യ, ഇന്ത്യ, ചൈന എന്നിവരാണ്. അടുത്തത് ഇതിന്റെ പ്രസിഡന്റ് ആരാണ്? ജാവിയർ മിലെയാണ്. ജാവിയർ മിലെയാണ് നമ്മുടെ ബ്രിക്സിന്റെ നിലവിലെ പ്രസിഡന്റ്. ജാവിയർ മിലെയാണ്. അടുത്തത് ആസിയാൻ എന്നാല് 1967 ഇന്തോനേഷ്യയിലെ ജക്കാർത്ത ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ട് നിലവിൽ വന്ന സംഘടനയാണ്. മൊത്തം 10 രാജ്യങ്ങളാണ് ആസിയാനിലുള്ളത്. അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് ആണ് ആസിയാൻ എന്ന സംഘടന. 1967 ഇത് നിലവിൽ വന്നത്. ജക്കാർത്തയാണ് ഇതിന്റെ ആസ്ഥാനം. അടുത്തത് SCO എന്താണ്? ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ ആണ്. ചൈനയിലെ ബെയ്ജിംഗ് ആസ്ഥാനമായിട്ട് 2001 വന്നതാണ് ഏത്? ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ. ഇതിന്റെ ആസ്ഥാനം എവിടെയാണ്? ബെയ്ജിങ്ങിലാണ്. മൊത്തം 9 അംഗരാജ്യങ്ങളാണ് ഇതിനകത്ത് ഉള്ളത്. ഇന്ത്യയും പാകിസ്ഥാനും ഇതിനകത്ത് ഒരുമിച്ചാണ് അംഗമായത് 2017. നിലവിലെ SCO ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ സെക്രട്ടറി ജനറൽ ജാങ് മിങ് ആണ്. ജാങ് മിങ് മറക്കരുത്. ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ നിലവിൽ വന്ന 2001. ഇതിന്റെ ആസ്ഥാനം ബെയ്ജിങ്. 9 അംഗരാജ്യങ്ങളുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും 2017 ജോയിൻ ചെയ്തത്. സെക്രട്ടറി ജനറൽ ആരാണ്? ജാങ് മിങ് ആണ്. അടുത്തത് ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക്. നമ്മൾ നേരത്തെ ബ്രിക്സിൽ അംഗ രാജ്യങ്ങളെ പറ്റിയിട്ടും ബ്രിക്സിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു. അപ്പൊ ബ്രിക്സിൽ അംഗങ്ങളായിട്ടുള്ള രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള എന്താണ്? ബ്രിക്സിൽ അംഗമായിട്ടുള്ള രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ലോണൊക്കെ കൊടുക്കുന്ന
ഒരു ബാങ്കാണ് ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക്, അല്ലെങ്കിൽ ഡെപ്പോസിറ്റും ചെയ്യാം. ഈ ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് 2014 നിലവിൽ വന്നത്. 2014 ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് നിലവിൽ വന്നത്. ഇതിന്റെ ആസ്ഥാനം എവിടെയാണ്? ചൈനയിലെ ഷാങ്ങായ് ആണ് ഈ ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം. ഇതിന്റെ പ്രസിഡന്റ് ഡിൽമ റൗസഫ് ആണ് ഇതിന്റെ പ്രസിഡന്റ്. നിലവിലെ അംഗരാജ്യങ്ങളുടെ എണ്ണം എത്രയാണ്? 9. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിലെ അംഗരാജ്യങ്ങൾ? ബ്രസീലുണ്ട്, റഷ്യ ഉണ്ട്, ഇന്ത്യ ഉണ്ട്, ചൈനയുണ്ട്, സൗത്ത് ആഫ്രിക്ക ഉണ്ട്, പിന്നെ ബംഗ്ലാദേശും ഈജിപ്തും ഉറുഗ്വേയും ആണുള്ളത് ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിൽ. ഷാങ്ങായ് ആണ് ഇതിന്റെ ആസ്ഥാനം. അടുത്തത് ആസിയാൻ ഡെവലപ്മെന്റ് ബാങ്ക് ആണ്. 1966 ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്. ഇതിന്റെ ആസ്ഥാനം പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഫിലിപ്പൈൻസ് ആണ് ഇതിന്റെ ആസ്ഥാനം. ഫിലിപ്പൈൻസിലെ മനിലയാണ് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം. ഇതിന്റെ നിലവിലെ ചെയർമാൻ ആരാണ്? മാസ്തുസുഗു അസക്കാവയാണ്. ഓക്കെ, അസക്കാവയാണ് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ചെയർമാൻ. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ചെയർമാൻ ആരാണ്? അശോക് കാവയാണ്. വൈസ് പ്രസിഡന്റ് നമ്മുടെ ഇന്ത്യക്കാരനാണ്, അശോക് ലാവാസയാണ്. അപ്പൊ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ നിലവിലെ വൈസ് പ്രസിഡന്റ് ഒരു ഇന്ത്യക്കാരനായതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ആരാണ്? അശോക് ലാവാസയാണ്. മെമ്പർ മൊത്തം ആൾക്കാർ എത്ര പേരുണ്ട്? 68 പേരാണ് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിൽ ഉള്ളത്. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഘടനകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക, അത്യാവശ്യം വേണ്ട പോയിന്റ്സുകൾ കുറിച്ചെടുക്കുക. നമ്മുടെ വീഡിയോയെ പറ്റിയിട്ട് എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ആയിട്ട് അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് LDCക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ NCERT SCERT എല്ലാം ഉൾക്കൊള്ളിച്ചിട്ട് 75 ദിവസം കൊണ്ട് നിങ്ങൾക്ക് SCERT NCERT ഫുൾ കവർ ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. PSC ബേസിക്സിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. അതിന് താഴെ ലിങ്ക് അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.